Hi, my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. നവംബർ 19 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡൽഹി എഡിഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് റീജിയണൽ ന്യൂസ് വായിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതിൽ റീജിയണൽ ന്യൂസുകളെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ടും UPSC KS പോയിന്റ് ഓഫ് വ്യൂലൊക്കെ സിലബസ് ബേസ് ചെയ്ത് വായിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ന്യൂസിലാണ് നിർബന്ധമായിട്ടും വായിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ദിവസവും ന്യൂസ് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ UPSC-യുമായിട്ടും KS-യുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രീ ക്ലാസ് യൂട്യൂബിൽ എല്ലാ ദിവസവും രാത്രി നടക്കാറുണ്ട്. രാത്രി 8 മണിക്ക് ലൈവായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഇപ്പൊ പൊളിറ്റിയാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ന്യൂസിന്റെ ബാക്കി തന്നെ രീതിയിലാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, സം കൺട്രി സപ്പോർട്ട് ദ ടെററിസ്റ്റ് ആസ് പോളിസി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മോഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്ന ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഒരു കോൺഫറൻസ് വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഭാഗത്ത് ഓൾറെഡി നമ്മുടെ നോ മണി ഫോർ ദ ടെറർ കോൺഫറൻസ്, ഓക്കെ, നോ മണി ഫോർ ടെറർ എന്നുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ഏകദേശം 450ഓളം ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന 22 കൺട്രീസ് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. അതിൽ ഈ ടെററിസം എന്നുള്ള ഇഷ്യൂ ആണ് അതിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനെ ചൈനനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചില കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ടെററിസ്റ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാനും ചൈനയൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. പാകിസ്ഥാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ചൈന ഡെലിഗേറ്റ്സും സെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഇന്ത്യ നേരിടുന്ന മറ്റുള്ള പ്രശ്നങ്ങളാണ് പ്രോബ്ലം ഓഫ് റാഡിക്കലൈസേഷൻ, എക്സ്ട്രീമിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോക്സി വാറും എന്ത് ചെയ്യുന്നുണ്ട്, ഡേഞ്ചറസ് ആണെന്നുള്ള പ്രത്യേകം പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് GS3 നമുക്ക് എന്താണ്, ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മുടെ ടെററിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, GS3 അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ ഒന്ന് പ്രോക്സി വാറും കാര്യങ്ങളൊക്കെ, ടെററിസം എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു നമ്മളുടെ ഇന്ത്യന്റെ എന്താണ് കോർഡിനേഷൻ, മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള കോർഡിനേഷൻ ഭാഗമായിട്ട് നോ മണി ഫോർ ടെറർ എന്നുള്ള കോൺഫറൻസും അതുപോലെ തന്നെ FATF-ഉം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇത് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പറയാം. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്. ടെററിസം അതിൽ നമുക്ക് പല പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലാണ് അവർ ടെററിസം ഇന്ത്യയെ അഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ വരുന്ന ടെററിസം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന അവിടെ ഇപ്പം അൽഖ്വയ്ദ ഭരണത്തിൽ വന്ന സമയത്തും നമുക്ക് അതൊക്കെ എങ്ങനെയൊക്കെ ഇന്ത്യനെ അവിടെ ഉണ്ടാകുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യതയൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ് GS3-യിൽ. ഓക്കെ, നന്നായിട്ട് നോക്കുക. ഈ ന്യൂസിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയാനില്ല. ജസ്റ്റ് ഈ ഓർഗനൈസേഷനും ഇന്ത്യന്റെ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട് നോക്കുക. ഓക്കെ, അത് ആണ് ഒരു ന്യൂസ് വരുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഫസ്റ്റ് പേജിൽ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല്. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. കാരണം പുതിയൊരു ബില്ല് ഇപ്പം ബില്ലാണ്, ആക്ട് ആയിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്, കമന്റ്സ്, പബ്ലിക് കമന്റ്സിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ബില്ലിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിവൈസ്ഡ് ഡ്രാഫ്റ്റ് ബില്ലാണ് വരുന്നത്. ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെനാൽറ്റി എമൗണ്ട് ഒക്കെ ഏകദേശം 500 crore ഒക്കെ ആയിട്ട് ഇൻക്രീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് ഈസിങ് ദ റൂൾസ് ഓൺ ദ ക്രോസ് ബോർഡർ ഡാറ്റ ഫ്ലോസിൽ ഒരുപാട് ഈസി ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് ലാർജ് ടെക്നോളജി കമ്പനീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനാണ് ഡിജിറ്റൽ ഈ ബില്ലിനെ പുതിയ റിവേഴ്സ്ഡ് ഡ്രാഫ്റ്റ് ബില്ലിനെ അറിയപ്പെടുന്നത് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിപ്പം അടുത്ത 2023 ബജറ്റിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നായിട്ട് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ആ ബില്ല് അവതരിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെനാൽറ്റി 10,000 വരെ പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുക, അൺവെരിഫയബിൾ ആയിട്ടുള്ള ഈ ഫോൾസ് ഇൻഫർമേഷൻ പല ഡാറ്റാസും അപ്ലൈ ചെയ്യുന്നത്, സർവീസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐഡന്റി കാർഡ് ആവട്ടെ, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ളത് കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നില്ല, അതിന് പണിഷ്മെന്റ് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു മറ്റൊരു കോൺസെപ്റ്റ് ഇതിൽ പറയുന്നത് വെച്ചാൽ കോൺസെപ്റ്റ് ഓഫ് ദി കൺസെന്റ് മാനേജേഴ്സ് എന്നുള്ള സംഗതി പറയുന്നുണ്ട്. കൺസെന്റ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ബില്ലിൽ പറയുന്നതാണ്. അപ്പൊ കൺസെന്റ് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സമയത്തും ഇപ്പൊ നമുക്ക് ഓരോ സമയത്തും കൺസെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇത് ചെക്ക് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് കൺസെന്റ് മാനേജർ പറയുന്നത്. ഒരു കൺസെന്റ് മാനേജർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ദാറ്റ് വിൽ എനേബിൾ ദ ഇൻഡിവിജ്വൽ ടു ഹാവ് എ കോംപ്രഹെൻസീവ് വ്യൂ ഓഫ് ദി ഇന്ററാക്ഷൻസ് വിത്ത് ഡാറ്റ ഫിഡ്യൂഷ്യറി ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഇന്ററാക്ഷൻസ് അതിലൂടെ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കൺസെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രത്യേകമായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ബില്ല് പറയുന്നുണ്ട് കൺസെന്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം, പ്രോസസിംഗ് ഓഫ് ദി പേഴ്സണൽ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചില കണ്ടീഷൻസിൽ അത് പ്രശ്നമില്ല, എക്സെപ്റ്റ് ചില സർക്കംസ്റ്റാൻസിൽ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ എവറി റിക്വസ്റ്റ് ഫോർ ദ കൺസെന്റ് വിൽ നീഡ് ടു ബി പ്രസന്റ് ടു ദ ഡാറ്റ പ്രിൻസിപ്പൾസ് ഇൻ ക്ലിയർ ആൻഡ് പ്ലെയിൻ ലാംഗ്വേജ് എന്ത് ചെയ്യണം, അത് പറയണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ട് അത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അത്ര കാര്യങ്ങൾ പറയുന്നത്. അപ്പം കൺസെന്റ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് വേണമെങ്കിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ചില ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻട്രസ്റ്റ് ആൻഡ് സോവറിറ്റി ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യന്റെ ബേസിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. കൺസെന്റ് വേണ്ടാത്ത ചില സിറ്റുവേഷൻസും വരാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് പേഴ്സണൽ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ 100 years വരെ എക്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പേഴ്സണൽ ഡാറ്റ പ്രോസസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഫോർ ദ പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് പർപ്പസ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആണ് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സ് ഇപ്പം ഓൺലൈൻ വാങ്ങാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ഈ ഡാറ്റ കളക്ടർ ഓഫ്ലൈനോ മറ്റുള്ള രീതിയിലൊക്കെ കളക്ട് ചെയ്ത കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ബില്ലാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, എന്താണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഭാഗമായിട്ട് നോക്കൽ നല്ലതായിരിക്കും. കാരണം ആക്ട് ആയിട്ട് മാറിയിട്ടില്ലെങ്കിലും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യാ, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പിന്നെ ഞാനത് വരും ദിവസങ്ങളിൽ അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് കൂടുതൽ പറയാം കേട്ടോ. അതാണ് അതിൽ. പിന്നെ മറ്റൊരു ന്യൂസ് ഒക്കെ ജസ്റ്റ് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് അടുത്ത് പോവേണ്ടത് എഡിറ്റോറിയൽ കോളത്തിലോട്ടാണ്. എഡിറ്റോറിയൽ കോളത്തിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് കൊളീജിയം സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് കേട്ടോ. കൊളീജിയം സിസ്റ്റം ഇപ്പം റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്താണ് കൊളീജിയം സിസ്റ്റം, എന്താണ് അത് കാര്യങ്ങൾ പറയുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. നോക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ജസ്റ്റ് ന്യൂസ് എടുത്ത് കാണാം. എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് അനാലിസിസ് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം കേട്ടോ, ഏത് രീതിയിൽ പോകണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നിങ്ങൾ എപ്പോഴും നിർദ്ദേശം വെക്കാം. ഓക്കെ, അപ്പോ കൊളീജിയം സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഇപ്പൊ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഇപ്പൊ പുതിയൊരു പെറ്റീഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ത് ചെയ്യാണ്, മുമ്പ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഈ ഒരു ബില്ല്, ഏത് ബില്ലായിരുന്നു, നമ്മുടെ NJS നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്നുള്ള ആ ബില്ല് വീണ്ടും എന്ത് ചെയ്യാണ്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഇത് റിവ്യൂ വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ റിവ്യൂ കാര്യങ്ങൾ നോക്കിയതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം എന്നുള്ളത്. ഓക്കെ, കാരണം ഇതിൽ പ്രധാനമായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഡിലേ വരുന്നുണ്ട്. ഇപ്പൊ അപ്പോയിന്റ്മെന്റിൽ ഗവൺമെന്റ് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രശ്നമൊക്കെ വരുന്നുണ്ട് പല ജഡ്ജസിന്റെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. ഡിലേ സുപ്രീം കോർട്ട് എന്നുള്ളൊരു ടോപ്പിക് എന്താണ്, നമുക്ക് ഡിലേഡ് ഇൻ കോഡ്സ് ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജുഡീഷ്യറി റിഫോംസ് എന്നുള്ള ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇത് നോക്കി നോക്കുക, നിങ്ങൾ NJSന്റെ ജസ്റ്റ് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുക. അത് ഒരേ സമയത്ത് ഇപ്പൊ കൊളീജിയം സിസ്റ്റം എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജുഡീഷ്യറിനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയാണ്. അതേ സമയത്ത് NJS കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ജുഡീഷ്യറിനെ അപ്പോയിന്റ് ചെയ്യുന്നതിലേക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ജുഡീഷ്യറി രണ്ടുപേരും കൂടി എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ അത് ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറി അതെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻഡിപെൻഡൻസിലോട്ടുള്ള ഒരു എന്താ ഇന്റർഫിയറൻസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പം ഒരേ സമയത്ത് നമുക്ക് അപ്പൊ ഇതിന്റെ ജുഡീഷ്യറിയുടെ പ്രശ്നം പറയാറ്, അപ്പോയിന്റ്മെന്റിലെ പ്രശ്നം എന്ന് പറയുന്നത് ഒപ്പേക്നെസ് ആണ്, ട്രാൻസ്പെറന്റ് അല്ല, എന്ത് അക്കൗണ്ടബിൾ അല്ല, എന്ത് രീതിയിലാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് അഡ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇപ്പൊ ഈ ജുഡീഷ്യറി കൊളീജിയം സിസ്റ്റം NJS എപ്പോഴും ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് ജുഡീഷ്യറിയിലെ റിഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജുഡീഷ്യറി റിഫോംസ് എന്ന ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ഗവർണർ എന്നുള്ള പോസ്റ്റ്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്, എസ്പെഷ്യലി ഇപ്പൊ കേരളത്തിലൊക്കെ ഗവർണറിന്റെ ഇഷ്യൂസ്. ഗവർണർ എന്നുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആ ഒരു ഇവിടെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന നല്ലതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് അബോവ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഗവർണർ ആർട്ടിക്കിൾ 153ലും ഗവർണർ 150യോളൊക്കെ ഗവർണർ വേണം, പ്രസിഡന്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി എപ്പോഴും ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. എപ്പോഴും ദേ ഹാവ് ടു വർക്ക് അക്കോർഡിംഗ് ടു ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ അതിന് വിപരീതമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പലപ്പോഴും റൂളിംഗ് പാർട്ടി സ്വന്തം സെൻട്രൽ റൂൾ ചെയ്യുന്ന പാർട്ടി ഭരിക്കാത്ത സ്റ്റേറ്റ്സുകളിലുള്ള ഗവർണേഴ്സ് ഒക്കെ പലപ്പോഴും പ്രശ്നമുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗവർണർ എന്നുള്ള ആ പോസ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഗവർണർ റിഫോംസ്, ഗവർണർ അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഇഷ്യൂസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്യൂസ്, എന്തുകൊണ്ട് ഉണ്ടാവുന്നു, എന്തൊക്കെ വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ ഈ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ചില ആർട്ടിക്കിൾസും കാര്യങ്ങളും സുപ്രീം കോടതിയുടെ കേസും ഒക്കെ അതിൽ പറയുന്നുണ്ട്. എസ്ഐയിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ആർട്ടിക്കിൾ വായിക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്തൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസിന്റെ ബാക്കിയായിട്ട് വരുന്ന ന്യൂസ് തന്നെയാണ് ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ എന്താണ് ഈ ടെററിസ്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു മീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ, IAS അൽഖ്വയ്ദയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഇന്ത്യൻ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആംഗിൾ ഇത് കൂടി നോക്കി വെക്കാം. പിന്നെ ഡ്രാഫ്റ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഷിയോർ ഹെർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഇൻഡിവിജ്വൽസിനും. പിന്നെ സുപ്രീം കോടതി ഇപ്പൊ എന്ത് പെറ്റീഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് എംപ്ലോയ്മെന്റ് സർവീസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഓൾ ഇന്ത്യ സർവീസ് പോലെ IAS IPS IFS പോലെ ഒരു ഇൻഡിപെൻഡന്റ് എംപ്ലോയ്മെന്റ് സർവീസ്, ഓൾ ഇന്ത്യ എംപ്ലോയ്മെന്റ് സർവീസ് ഉണ്ടാക്കണം എന്നുള്ളത് സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് കൂടുതൽ അങ്ങനെ ഒരു പെറ്റീഷൻ വന്നത്. പിന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ജസ്റ്റ് NGT ഇതിന്റെ കൂടെ ഒന്ന് വായിക്കുക നല്ലതായിരിക്കും കേട്ടോ, അതിന്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന്. പിന്നെ ഇതുവരെ കൺസെൻസസിലേക്ക് എത്താൻ പറ്റില്ല. CAP 27 എന്ത് ചെയ്യാൻ ഒരു ഡേയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ COP ജസ്റ്റ് നോക്കണം. നമ്മുടെ ഈ എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പാരീസ് അഗ്രിമെന്റ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ അതിലിപ്പോ യുണൈറ്റഡ് നാഷൻസിന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നടക്കുന്നത് ഈജിപ്തിലാണ്, ഷ്രാം അൽ ഷെയ്ഖിലാണ് നടക്കുന്നത്. അപ്പൊ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ ഒരു കൺസെൻസസിലൊക്കെ എത്താൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും അതുകൊണ്ടാണ് ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുള്ളത്. അപ്പം ഇതിന്റെ ഭാഗം നോക്കേണ്ടതാണ് പാരീസ് അഗ്രിമെന്റ്. പാരീസ് അഗ്രിമെന്റ് 2015 മുതൽ പോകുന്നതാണ് 2030 വരെ. അതാ നമ്മൾ എന്ത് ചെയ്യണം, പാരീസ് അഗ്രിമെന്റ് പറയുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, എൻഷുർ ദാറ്റ് റൈസ് ഇൻ ദ ടെമ്പറേച്ചർ ഡസ് നോട്ട് എക്സീഡ് 2 ഡിഗ്രി സെൽഷ്യസ് കൂടാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ സ്റ്റേഡ് വിത്തിൻ ദ 1.5 ഡിഗ്രി, പറ്റുകയാണെങ്കിൽ 1.5 ഡിഗ്രിയിലും കൂടാതെ നോക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അത് ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്നീ റിഡക്ഷൻ വേണം. അതുപോലെ തന്നെ ആക്സിലേറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് കൺട്രീസിനും അണ്ടർ ഡെവലപ്പ് കൺട്രീസിനും ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് മീറ്റിംഗിൽ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു റോഡ് മാപ്പ് ടു ഡബിൾ ദ അഡാപ്റ്റേഷൻ ഫിനാൻസ് എന്ത് ചെയ്യുന്നത് 2025 40 മില്യൺ ആക്കാനൊക്കെ പറയുന്നുണ്ട് ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊരു കൺസെൻസസിലൊക്കെ ഇതിൽ എത്തിയിട്ടില്ല, എങ്കിലേ അത് മീറ്റിംഗ് സക്സസ് ആയി പറയാൻ പറ്റുള്ളൂ. അപ്പൊ COP 27 കഴിഞ്ഞാൽ അതിന്റെ എന്തൊക്കെയാണ് ഔട്ട്കംസ് എന്നുള്ളത് ജസ്റ്റ് ന്യൂസിൽ വരും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വായിക്കണം. ഇത് എൻവയോൺമെന്റിൽ പാരീസ് അഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോള്, ഓക്കെ, അതുപോലെ തന്നെ COP 27 ആയി ഒരുപാട് COPs ഉണ്ട്. COP ചില ഇമ്പോർട്ടന്റ് ആയിട്ട് COP 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് നടക്കാറ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിൽ നോക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ് നടക്കുന്നുണ്ട്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒരു ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രിലിംസിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, പ്രിലിംസ് കില്ലർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിലിംസിലോട്ടുള്ള സബ്ജക്ട് മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കറന്റ് അഫയേഴ്സ്, എക്കോണമി, സയൻസ് ടെക്നോളജി, എൻവയോൺമെന്റ്, CSAT. ഇത് 100 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ജസ്റ്റ് പുതിയ ഉള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓരോ ഏരിയ ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആൾക്കാർ എന്ത് ചെയ്യാം, ഇവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ശരി. അപ്പൊ അതാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ന്യൂസിലോട്ട് പോവാം. ഓക്കെ, അതാണ് ആ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇത് നമ്മളിപ്പോ പൊളിറ്റി, ഗുജറാത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് ഒക്കെയാണ് അടുത്ത പേജിൽ. അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ.
പിന്നെ ഇന്ത്യ റഷ്യ റിലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു കൗണ്ടർ ടെററിസത്തിൽ ഇന്ത്യ റഷ്യ രണ്ടും കൂടി കോപ്പറേഷൻ ചെയ്യാനുള്ള ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ റഷ്യ റിലേഷൻ നോക്കി വെക്കാം. ഇന്ത്യ റഷ്യ റിലേഷൻ എല്ലാ ആംഗിളിലും നോക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് IR ഭാഗമായിട്ട്. പിന്നെ അത് കൂടാതെ കൗണ്ടർ ടെററിസത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പം SCO ഒക്കെ പറഞ്ഞ സമയത്ത് അതിൽ റാറ്റ്സ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് കൗണ്ടർ ടെററിസം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതും അതിന്റെ ഭാഗമായിട്ട് നോക്കാം. ഇന്ത്യ റഷ്യ റിലേഷൻ ഓവറോൾ നോക്കി വെക്കാം. അതാണ് അതിൽ പറയേണ്ടത്. പിന്നെ ഇന്റർനാഷണൽ ന്യൂസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഒന്നും ഇല്ല. ഇസ്രായേലത്തെ പിന്നെ ഓൾറെഡി എപ്പോഴും നടക്കുന്ന ഇഷ്യൂ തന്നെയാണ്. ഇസ്രായേൽ ഗാസ ഫലസ്തീൻ റിലേഷൻ, അതുപോലെ തന്നെ ഇന്ത്യ ഇസ്രായേൽ, അതുപോലെ തന്നെ ഫലസ്തീൻ കേട്ടോ. ഈ ഒരു ഇത് ഈ 3 ആംഗിളിൽ നോക്കി വെക്കാം. ഇന്ത്യയുടെ റിലേഷൻ എങ്ങനെയാണ് ഇവരായിട്ട് വരുന്നത് ജസ്റ്റ് അതാണ് അതിൽ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടുള്ള വായിക്കേണ്ട ന്യൂസ്. ജസ്റ്റ് വായിക്കേണ്ട ന്യൂസും അതിൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ടെങ്കിലാണ് പറഞ്ഞിട്ടുള്ളത്. ചിലത് നിങ്ങൾ എക്സ്ട്രാ റീഡിങ് ചെയ്യേണ്ടതുണ്ട്. അതും ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, ആ നോട്ട്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ന്യൂസുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും പിന്നെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മന്ത്ലിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. മന്ത്ലി വിഷൻ മന്ത്ലി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ പറയുന്ന ന്യൂസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് UPSC പോയിന്റ് ഓഫ് വ്യൂല് വിഷനിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വിഷന്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട്. ഇപ്പം സെപ്റ്റംബർ മാസത്തെ വിഷൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ക്ലാസ്സുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ അതും കറക്റ്റ് ഫോളോ ചെയ്യുക, വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ വേണ്ട ഉടനെ കാണാം. അതുവരേക്കും